വിവാഹത്തെ, കല്യാണത്തെ സ്വർഗത്തിലേക്കുള്ള വഴിയെ എളുപ്പമാക്കുന്നതായി പലപ്പോഴും നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാധാരണ ഒരു പ്രയോഗമുണ്ട്, പെണ്ണ് കെട്ടിയാല് കാല് കെട്ടി. ഒരു നാടൻ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിയാൽ ഇടങ്ങാറായി. സൂറത്തുർ റൂമിന്റെ 22 അല്ലെങ്കിൽ 23 ആയത്തിലാണ് ഖുർആൻ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ അൻഫുസിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അപ്പോ കല്യാണത്തിന് ശേഷം സമാധാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണമാണ് നടന്നത്. ഉള്ള സമാധാനം പൊയ്ക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞ കല്യാണം അല്ലെങ്കിൽ പിന്നെ ഖുർആന് തെറ്റണം, അതുണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് തെറ്റിയത് ഇക്കാരം. ഉള്ള സമാധാനം കല്യാണം കൊണ്ട് പൊയ്ക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണമല്ല നടന്നത്. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഒമിൻ ആയാതിനി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി എന്നാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്നല്ല. സമാധാനം കൂട്ടാൻ കല്യാണം, സമാധാനം കുറക്കാൻ ഖുർആനോ അല്ലാഹുവോ പരിശുദ്ധ ദീനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കല്യാണം പറഞ്ഞിട്ടില്ല. എവിടെ പിന്നെ ഈ തെറ്റുന്നത്? ഈ തെറ്റുന്നത് പല സ്ഥലത്തുണ്ട്. ആദ്യം തെറ്റുന്നത് കല്യാണത്തിന് നിയ്യത്ത് വെക്കുന്നോട് തന്നെ തെറ്റുണ്ട്. വിവാഹത്തിന് നിയ്യത്ത് വെക്കുമ്പോ തന്നെ ഫസ്റ്റ് പ്രശ്നം പറ്റുന്നുണ്ട്. എന്തിനാ കല്യാണം കഴിക്കണത്? കല്യാണം കഴിക്കണത് കുട്ടി ഉണ്ടാവാന്. അപ്പൊ എന്തിനാ കുട്ടി ഉണ്ടാവണത്? കുട്ടി ഉണ്ടാവണത് വയസ്സാവുമ്പോ നോക്കാന്. ഈ ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മളെ നോക്കിയാൽ അല്ലാഹു തആലക്ക് വയസ്സാവുമ്പോ നോക്കാൻ വല്ല അടങ്ങേറുണ്ടോ? മനുഷ്യന്മാരെ ഓരോ കാഴ്ചപ്പാടാണ് പറയും. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് പറയും. ഒരാരോഗ്യം ഇല്ലാതെ നിന്നെ കൊണ്ടുപോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ റബ്ബിന് കഴിയൂലേ? കയ്യൂലയിൽ എങ്ങനെയല്ലേ ഇപ്പൊ ആരോഗ്യത്തും അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തൗഫീക്ക് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്നാ പറയണ്ടേ. തൗഫീക്ക് ഉണ്ടെങ്കിൽ ആരോഗ്യമൊന്നും പ്രശ്നമൊന്നുമല്ല. തീരെ നീച്ചാൻ പറ്റിയെങ്കിലും നിന്നെ കൊണ്ടുപോയി ഹജ്ജും ഉംറയും കല്ലേറൊക്കെ നടത്തിയിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കാൻ നിന്റെ റബ്ബിന് കഴിയുമല്ലോ. കുട്ടിയായിരിക്കുമ്പോ നിന്നെ നോക്കി അത്ര പ്രയാസം വയസ്സാകുമ്പോ നോക്കാൻ ഏതായാലും ഉണ്ടാവില്ല, ഉറപ്പാണ്. എന്തായാലും പിന്നെ അത്യാവശ്യം വട്ടച്ചെലവിനുള്ള കായ് പെൻഷനായിട്ട് കിട്ടും, ബാക്കിയല്ലേ ഉള്ളൂ വേണ്ടത്. കുട്ടിയാവുമ്പോ അതും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് കുട്ടിയാവുമ്പോൾ നിന്നെ നോക്കി അത്ര പ്രയാസം വയസ്സാകുമ്പോ നോക്കാനില്ല. അതിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരാൾക്ക് വയസ്സാവുമ്പോ എന്റെ കുട്ടികൾ എന്നെ നോക്കിക്കോളും എന്ന് വിചാരിച്ചാലേ ഓനത് വലിയൊരു അബദ്ധീകരം. കാരണം മൂത്തോന് സൗദിയിലാണ്, രണ്ടാമത്തോൻ കുവൈത്തിലാണ്, മൂന്നാമത്തോൻ നാട്ടിൽ പഠിക്കാൻ പോവാണ്. ഓപ്പ ലീവ് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം ഈ പിന്നെ വെക്കേഷനിലാണ്, പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആപ്പാക്ക് പ്രഷർ കൂടിയിട്ട് ആശുപത്രിക്ക് പോവുകയാണ്. പെൺകുട്ടികളെ 2 കെട്ടിച്ച് പറഞ്ഞയക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആപ്പ അങ്ങനെ മനസ്സോട് വിചാരിച്ചു പൈസ അയക്കാപ്പം മൂത്തോൻ കുവൈത്തിൽ, രണ്ടാമത്തോൻ കുവൈത്തിലുണ്ട്. പിന്നെ ഇപ്പോ ആശുപത്രിയിൽ നിൽക്കാൻ രണ്ടാമത്തോ ലീവിന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പെരയത്തെ കാര്യങ്ങളൊക്കെ നോക്കാനില്ല. മൂന്നാമത്തെ വെക്കേഷനായിട്ട് പെരയിലും ഉണ്ട്. ഒരാഴ്ച തിരക്കുണ്ടാവില്ല. രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തെ മറവ് പോയി എന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കും. ഹലോ കുഞ്ഞാളെ, കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടാവുന്ന ആ വാപ്പാന്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ, എനിക്കൊന്ന് അത്യാവശ്യം പോകാണ്ടായിരുന്നു എന്ന് ചെവിയോണ്ടാണ് കേൾക്കണതിന്റെ മുമ്പ് മൗത്താവൂല. എനിക്ക് എന്റെ മക്കളുണ്ട് എന്ന് തോന്നിയാൽ, എനിക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയാൽ ഒരു കുട്ടിനെ മതിയാവും, ചിലപ്പോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇബ്രാഹിം നബി തോരുന്നത് റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസുൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, എന്നെ നീ ടെൻഷനാക്കരുതേ, ബീസത്തിന്റെ നാളിൽ എന്നെ നീ വിഷമിപ്പിക്കരുത്. റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസുൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത്.
ആർക്കും ഉപകാരം ചെയ്യൂല എന്നല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ ചെന്നവനല്ലാതെ. പഠിച്ചോനെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയിട്ട് മശരക്ക് ചെന്നാൽ അവിടെയും കുട്ടികളെ കൊണ്ടും മുതലുകൊണ്ടും കാര്യം ഉണ്ടാവും. ആ തോന്നലുണ്ടായില്ലെങ്കിൽ അവിടെയും കാര്യം ഉണ്ടാവില്ല, ഇവിടെയും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് തോന്നലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വയസ്സാവുമ്പോൾ നോക്കാൻ കുട്ടികളെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു തആലക്ക് കുട്ടികളെ വെച്ചിട്ട് നോക്കാന്നുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ മനസ്സിലായി. കുറെ സ്വത്തും മുതലൊക്കെ ഇല്ല, അതിനൊരു അനന്തരാവകാശിനെ വേണ്ടേ എന്നുള്ളതാണ്. അതിനൊരു തെളിവുണ്ട്. സക്കരിയ നബി ദോർന്നിട്ടുണ്ട്. എന്ത്? യരിസുനി വയരിസു മിന്നാലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. സക്കരിയ നബി ദോർന്ന് പഠിച്ചോനെ എന്നിൽ നിന്നും ആലി യാക്കൂബിൽ നിന്നും അനന്തരമെടുക്കാൻ വേണ്ടി എനിക്കൊരു കുട്ടിയെ തരണേ. അപ്പോൾ ഐഡിയ കിട്ടിയത് ഏത്? അനന്തരം എടുക്കാനാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരമില്ല. നഹ്നു മആശറൽ അംബിയാ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരിച്ചപ്പോൾ പോലും മക്കൾക്ക് ഒരൊക്കെ മുതലില്ല. എന്തിനാ പണ്ടൊക്കെ പറയണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ പോലും ഓഹരി ചെയ്യാൻ സമ്പത്തില്ല. അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരമില്ല. പിന്നെന്താ അനന്തരം? എന്താണ് അനന്തരം? സക്കരിയ നബി ദുആ ചെയ്തത് നുബുവത്തിലെ അനന്തരമാണ്. നുബുവത്തിലെ അനന്തരമാണ്. അപ്പൊ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അത് വലിയൊരു പ്രശ്നമാണ്. അത് തീരുമാനമായ ഒക്കെ തീരുമാനമായി. അപ്പൊ ഇനിയിപ്പോ കഴിച്ചു കഴിഞ്ഞില്ല, ഇനിയിപ്പോ എന്താ കാട്ടുക? ഇനിയിപ്പോ എന്താ ഇപ്പൊ തീരുമാനമാക്കുക തന്നെയല്ല. അപ്പൊ എന്താ ചെയ്യണം? ഇനിയിപ്പോ ഒന്നുകൂടി കഴിക്കാൻ ഏതായാലും നിർവാഹമില്ല. തീരുമാനപ്പണ്ട ആക്കന്നെ. എന്തിനായിരുന്നു കഴിച്ചത് തീരുമാനിക്കുക. എന്തിനാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. ഞാൻ ഇസ്ലാമിക്ക് വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് വർത്താനം പറഞ്ഞു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വർത്താനം. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് ശിഫയുടെ ആദ്യ ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുറെ വർത്താനം പറയുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എന്റെ വാപ്പ ഖത്താബ് മുസ്ലിം ആകുന്നതിനേക്കാൾ നിങ്ങളെ അളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. നബിതങ്ങൾ ചോദിച്ചു, അല്ല ഉമറെ, എന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ ഇന്റെ അളാപ്പ മുസ്ലിം ആണത് എങ്ങനെ എനിക്ക് ഇഷ്ടം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് നല്ല ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാ അതന്നെ എനിക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ല അതിന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. എന്തേ പറഞ്ഞു? എന്തേ പറഞ്ഞത്? 120 വരികൾ നാളെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കും. ഇന്നി മുകാസിറും ബിക്കും അൽ ഉമമൽ മാദിയ. കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്കിടയിൽ നിങ്ങളുടെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് മുഹമ്മദ് നബി. നാളെ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി 120 വരികൾ വരി നിൽക്കുമ്പോ 90 വരികൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകുമ്പോ, അല്ലാഹുവേ, ആ വരിയിൽ നിർത്താൻ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന നിയ്യത്തിലാണ്. കുട്ടിയും വേണ്ടത്, കല്യാണവും വേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി ഒരാൾ വിവാഹം കഴിച്ചാൽ അവന്റെ കുടുംബജീവിതം സന്തോഷമാകും. നിയ്യത്ത് തെറ്റിയൊക്കെ തെറ്റും. നിയ്യത്ത് തെറ്റിയൊക്കെ തെറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത്, വേറെ ഒന്നിനുമല്ല. ബാക്കിയൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിക്കോളും. മക്കൾ സ്വാലിഹാവലൊക്കെ അതിന്റെ ഒപ്പം ഉണ്ടാവും. ശൈത്താനെ തൊട്ട് കാവലാവലൊക്കെ അതിന്റെ ഒപ്പം ഉണ്ടാവും. നമ്മളെ നോക്കലും നോക്കാതിരിക്കലും ഒക്കെ അജ്ജിനും ഉണ്ടാവലും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടായിക്കോളും. അതൊന്നും വേണ്ട. മുഹമ്മദ് നബിയുടെ ഉമ്മത്തായി നാളെ സ്വർഗത്തേക്ക് വരിക്കുമ്പോ ആ വരിയിൽ ഇങ്ങനെ നിൽക്കണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 8 കുട്ടികള്. അതിനെ നമുക്ക് മക്കള്. അതിനാണ് ഈ ഒരു നിയ്യത്തിൽ ഒരു മനുഷ്യന് എത്തിച്ചേർന്നാൻ പറ്റിയാൽ അവന്റെ കുടുംബജീവിതം റാഹത്തായി.